കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ദേവി വാണരുളുന്നത്. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ചെട്ടിക്കുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി 1001 തിരികൾ കത്തിക്കാവുന്ന 13 തട്ടുള്ള ആൽവിളക്ക് നിൽക്കുന്നു. ഈ ഓരോ തട്ടും ഓരോ കരകളെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവി പ്രഭാതത്തിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിയായും, മധ്യാഹ്നത്തിൽ ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയായും, സായാഹ്നത്തിൽ ദുഃഖനിവാരിണിയായ ശ്രീ പാർവതി ദേവിയായും വിളങ്ങുന്നു എന്നാണ് സങ്കല്പം. ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് പ്രധാന വഴിപാടുകൾ. ഉച്ചപൂജ നേരത്ത് 9 കുടങ്ങളിലാക്കി പൂജിച്ച ദ്രാവകം ഭഗവതിയുടെ ദാരു വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ചാന്താട്ടം. കുംഭമാസത്തിലെ ഭരണിനാളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ദേവി വാണരുളുന്നത്. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ചെട്ടിക്കുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി 1001 തിരികൾ കത്തിക്കാവുന്ന 13 തട്ടുള്ള ആൽവിളക്ക് നിൽക്കുന്നു. ഈ ഓരോ തട്ടും ഓരോ കരകളെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവി പ്രഭാതത്തിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിയായും, മധ്യാഹ്നത്തിൽ ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയായും, സായാഹ്നത്തിൽ ദുഃഖനിവാരിണിയായ ശ്രീ പാർവതി ദേവിയായും വിളങ്ങുന്നു എന്നാണ് സങ്കല്പം. ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് പ്രധാന വഴിപാടുകൾ. ഉച്ചപൂജ നേരത്ത് 9 കുടങ്ങളിലാക്കി പൂജിച്ച ദ്രാവകം ഭഗവതിയുടെ ദാരു വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ചാന്താട്ടം. കുംഭമാസത്തിലെ ഭരണിനാളാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന